വേദിയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ വന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക, എനിക്ക് സ്റ്റെപ്പുകളൊന്നും അങ്ങനെ വരാതെ കളിക്കാൻ പറ്റുന്നില്ല. എന്നാൽ 2-3 കൊതി കൊണ്ട് ഇവരുടെ കൂടെ കൂടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ പങ്കെടുത്തതാണ്. എന്തായാലും സന്തോഷം. എൻ്റെ ഇത്രയും റെസ്റ്റ് കഴിഞ്ഞ് വന്ന ആദ്യത്തെ വേദിയാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ കൈശ്വര്യയെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളൊരു 3 വർഷമേ ആവുന്നുള്ളൂ ശരിക്കും ഞങ്ങളുടെ ഒരു ടീം രൂപീകരിച്ചിട്ട്. ഏകദേശം 70-ൽ പരം വേദികളിൽ ഞങ്ങൾക്ക് ഇത്രയും കലാരൂപം, പിന്നൽ തിരുവാതിര അടക്കമുള്ള ഒരുപാട് നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ, പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ദേവി ക്ഷേത്രം തുടങ്ങി ഒരുപാട് ക്ഷേത്രങ്ങളിൽ, ഗുരുവായൂർ ക്ഷേത്രങ്ങളിലൊക്കെ അടക്കം ഈ പറയുന്ന ഞങ്ങൾ നൃത്തരൂപം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടേത് വീരനാട്യമല്ല, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളുടേതെന്ന് പറയണത് ലാസ്യ നൃത്തം, അതിനേക്കാൾ ഉപരി ഞങ്ങളുടേത് ഭക്തി നൃത്ത ലയമാണ് ഞങ്ങളുടേത്. അപ്പൊ അതിലൂന്നെയാണ് ഞങ്ങളുടെ നൃത്തങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ വേറിട്ടൊരു കലാരൂപമാണ് ഈ പറയുന്ന വീരനാട്യം എന്ന് പറയുന്നത്. ഞങ്ങൾക്കതിൽ പങ്കില്ല. അപ്പോ ഭക്തിയെ നൃത്തത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീം തന്നെ. അപ്പൊ അതിലൂടെയാണ് ഞങ്ങളുടെ ടീം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ വരെ വന്നതല്ലേ, ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ അതിയായ ആഗ്രഹമുണ്ട്. കാരണം ഇങ്ങനെയുള്ള കാണികളുടെ മുമ്പിൽ ഞങ്ങളെ സ്വയം പരിചയപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും വിനീതമായി, ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ നിർവഹിക്കുകയാണ്. അഞ്ജനമണി അടക്കമുള്ള ഞങ്ങളുടെ ഗാനങ്ങളെല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, അതിൽ 2 വേറിട്ടതുണ്ട്. അത് കഴിഞ്ഞുള്ള മറ്റുള്ള ഗാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ബിന്ദു ചേച്ചിയാണ്, ബിന്ദു രമേശ്. ഞങ്ങളുടെ ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന ഞങ്ങളുടെ ബിന്ദു ചേച്ചിയുടെ സ്നേഹവും അനുഗ്രഹവും ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അടുത്ത ഞങ്ങളുടെ ക്യാപ്റ്റനാണ്, നേരെ പരിചയപ്പെട്ട് കഴിഞ്ഞു. രമ്യ വിനോദാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ. ഞങ്ങൾക്ക് ഈ കൈശോരി എന്നുള്ള പേര് ദേവിയുടെ ബാലാവസ്ഥയിലുള്ള പേരാണ് കൈശോരി. ആ പേര് നിർദ്ദേശിച്ച് തന്നെ രമ്യയാണ്. രമ്യയുടെ ഒരു ക്യാപ്റ്റൻസിയിൽ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ഒരുപാട് ആൾക്കാരൊക്കെ കണ്ട് പരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഇങ്ങനെ പോവുകയാണ്. അടുത്തത് മുത്തുമണി. നേരത്തെ നമ്മളുടെ പിന്നെ തിരുവാതിരയ്ക്കൊക്കെ സ്റ്റൂളൊക്കെ കൊണ്ടുവച്ചത് മുത്തുമണിയാണ് ഞങ്ങളുടെ ഒപ്പം തന്നെ നമ്മളുടെ യശോദാമ്മയുടെ 2ാമത്തെ മകളാണ് മുത്തുമണി. മുത്തുമണി പറയാറുണ്ട് എന്നെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ കേട്ടോ എന്ന്. അപ്പൊ അതുകൊണ്ടാണ് മുത്തുമണിനെ പരിചയപ്പെടുത്തിയത്. അടുത്ത ഞങ്ങളുടെ അമ്പിളി ടീച്ചറാണ്. അടുത്തത് ആശാ മണികണ്ഠൻ, നിജാനന്ദൻ, ധീമഹി ധനീഷ്. നമ്മളുടെ ഉണ്ണിക്കണ്ണനായിട്ട് എല്ലാ പിന്നൽ തിരുവാതിരയിലും വരുന്ന ധീമഹിയാണ്. ധീമഹിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്, ഞങ്ങളുടെ അവിടുത്തെ പ്രശസ്തമായിട്ട് ക്ഷേത്രമാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ആ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് ബെസ്റ്റ് ഉണ്ണിക്കണ്ണനുള്ള അവാർഡൊക്കെ കിട്ടിയത് ഞങ്ങളുടെ ധീമഹിക്കാണ്. 2 വട്ടം ധീമഹിക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ യശോദാമ്മ, ധീമഹിയുടെ അമ്മ, സ്വന്തം അമ്മ തന്നെയാണ്, രേഷ്മ ധനീഷ്, ശ്രീമോൾ ശബരീഷ്, ലതാരാജൻ. ഞങ്ങളുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ രാജൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. രാജൻ ചേട്ടന്റെ വൈഫാണ് ലതാരാജൻ. അതുപോലെ വൃന്ദ ജിബു. അടുത്തത് അവന്തിക രജനീഷ്, അവരുടെ അമ്മ സ്നേഹ രജനീഷും നമ്മളുടെ ഒപ്പം തന്നെ കളിക്കുന്നുണ്ട്. സ്നേഹയ്ക്ക് ഇന്നൊരു ഒഫീഷ്യലി കുറച്ച് കാര്യങ്ങളുള്ള കാരണം സ്നേഹ എത്തിയിട്ടില്ല. അടുത്തത് നമ്മളുടെ ദേവൂട്ടി എന്നൊക്കെ വിളിക്കുന്ന നമ്മളുടെ ദേവി കൃഷ്ണ ബിജോയ് ആണ്. ദേവി കൃഷ്ണയുടെ അമ്മ സൂര്യ ബിജോയ്. എന്റെ മകൾ ദേവഗായത്രി സുനിൽ. ഇത്രയടങ്ങുന്നതാണ് ഞങ്ങളുടെ ഒരു സ്നേഹം കൂടി ഉൾപ്പെടുമ്പോൾ ഇത്രയടങ്ങുന്നതാണ് ഞങ്ങളുടെ ഒരു കൈശോരി ടീം എന്ന് പറയുന്നത്. എന്റെ പേര് കവിത സുനിൽ. അപ്പോ ഇത്രയാണ് ഞങ്ങളുടെ ടീം. ഞങ്ങൾക്ക് ഇത് കൂടാതെ ടീച്ചർ എന്ന് പറയുന്നത് പിന്നൽ തിരുവാതിരയിലെ ഞങ്ങളുടെ ടീച്ചറായിട്ടുള്ള ഉമാ സന്ദീപ്, അതുപോലെ തന്നെ ഇല്ലക്കുളങ്ങര എന്ന് പറയുന്ന ആ ഗാനം ചിട്ടപ്പെടുത്തിയതും, അതുപോലെ ആ ദേവതാപസ് എന്ന് പറഞ്ഞ ഗാനത്തിനും ചൂടുകൾ നൽകിയിട്ടുള്ള രേഷ്മ ധനീഷാണ്. ശ്രീമോളും അതിൽ പങ്കാളിയാണ്. അപ്പൊ ഇത്ര അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ ഒപ്പം തന്നെ ഒരുപാട് കുറച്ച് ആൾക്കാരൂടെ വരാം. ഞങ്ങളുടെ ഫാമിലി ചിലരൊക്കെ ചേരാറുണ്ട്. എന്നിവിടെ എത്തിച്ചേർന്നത് രമ്യയുടെ ഹസ്ബൻഡാണ്, വിനോദാണ്. ആയുർവേദ വകുപ്പില്, മെഡിക്കൽ വകുപ്പില് ജോലി ചെയ്യാണ് അദ്ദേഹം. സിനിമ സൂപ്രണ്ടാണ്. അദ്ദേഹം ഞങ്ങളുടെ ഒരു കെയർ ടേക്കറായിട്ടും മാനേജറായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അത്രയും സ്നേഹമാണ് വിനോദേട്ടനോട്. ഞങ്ങളുടെ എല്ലാ യാത്രകളിലും വിനോദേട്ടൻ കൂടെ ഉണ്ടാവാറുണ്ട്. കൂടാതെ ജിബു, വൃന്ദയുടെ ഹസ്ബൻഡ് ജിബു ഉണ്ടാവാറുണ്ട്. ഇന്ന് ആശയുടെ മകനാണ് എത്തിയിരിക്കുന്നത്.
മൈക്ക് ഓപ്പറേറ്റർ ആയിട്ട്, അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് വളരെ സന്തോഷത്തോടെ പോകുന്ന ഒരു ടീമാണ് ഞങ്ങളുടേത്. ഒരു പുറത്തുശ്ശേരി ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തൊരു ഗ്രാമപ്രദേശമായിട്ടുള്ള പുറത്തുശ്ശേരി, അവിടെ തുറുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു കല്ലട ഭഗവതി ക്ഷേത്രം, ആ ക്ഷേത്രത്തിന് ചുറ്റുപാടുള്ള ഒരു 50ഓളം കുടുംബങ്ങളേ ഉള്ളൂ. അതിൽ പെടുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. പരസ്പരം കസിൻസ് ആണ്, സിസ്റ്റേഴ്സ് ആണ്, റിലേറ്റീവ്സ് ആണ്. അപ്പൊ എന്തായാലും ഇങ്ങനൊരു അവസരത്തിൽ ഇവിടെ രമ്യയുടെ മോന്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞ ഒരു സങ്കടം. അക്കു എന്നാണ്, അമൃത് കൃഷ്ണ എന്നാണ് പേര്. അപ്പോ അവനും ഞങ്ങളുടെ കൂടെ എത്തിയിട്ടുണ്ട്. എന്തായാലും സന്തോഷം. ആലപ്പുഴ ചെന്നിത്തല എന്ന് പറയുന്ന ഈ സ്ഥലത്തെ പറ്റി മാധ്യമങ്ങളിലൊക്കെ ഇട്ട് പരിചയമുള്ളൂ, അല്ലാതെ ഞങ്ങൾ ആരും നിങ്ങളുടെ എത്തിയിട്ടില്ല. എന്നാലും ഇങ്ങനെ ഒരു അവസരം നൽകിയത് ഈ കുതിരകെട്ട് സമിതിക്കും ക്ഷേത്രത്തിനും എല്ലാം ഞങ്ങളുടെ സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. ഞങ്ങളുടെ സ്പോൺസർ അഭിഷേക്, അദ്ദേഹത്തിന്റെ ഭാര്യ ശരണ്യ എന്നിവർക്കും അതുപോലെ തന്നെ ശരത്തിനും ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. അടുത്ത ഒരു ഗാനം ആസ്വദിക്കാം. പച്ചമുളകടി കെട്ടി എന്ന് പറയുന്ന ഗാനം.